ദിവിഷ്, ആളുകൾ പോയി തുടങ്ങുന്നതേയുള്ളൂ. ഇതുവരെ തെരച്ചിൽ സംഘം മുണ്ടക്കൈയിലേക്ക് പോയിട്ടില്ല. ആദ്യം സൈന്യവും പുറകെ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ മുണ്ടക്കൈയിലേക്ക് പോകും. മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും ഇന്നും കാര്യമായ തെരച്ചിൽ തന്നെ നടക്കും. അതോടൊപ്പമായിരിക്കും ഈ പുഴയോരത്ത് വെള്ളാർമല സ്കൂളിന് സമീപം, വില്ലേജ് ഓഫീസിന് സമീപം ഒക്കെയുള്ള തിരച്ചിൽ നടക്കുക. മറ്റ് സ്ഥലങ്ങളിലും ഓരോരുത്തർ ആവശ്യപ്പെടുന്ന സ്ഥലത്തൊക്കെ രക്ഷാപ്രവർത്തകർ തിരയുന്നുണ്ട്. ഈ വീട്ടുടമസ്ഥരും മറ്റ് ഈ നാട്ടിലെ ആളുകളുമൊക്കെ തിരിച്ചെത്തി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നോക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തിരയുന്നുണ്ടാകും. ദിവിഷ ടീച്ചർ പറയുന്നത് ഞാനും കേൾക്കുകയായിരുന്നു. ഞാൻ വയനാട്ടിലെ മിക്കവാറും എല്ലാ ഹൈസ്കൂളിലും പോയിട്ടുണ്ട് പല ആവശ്യത്തിനും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ സ്കൂളായിരുന്നു വെള്ളാർമലയിലേക്കുള്ളത്. ആ സ്കൂൾ കെട്ടിടം, അതിനോട് ചേർന്നൊരു ഗ്രൗണ്ട്, അവിടെ നിന്ന് കുറച്ചുകൂടി താഴ്ന്നായിരുന്നു ഈ ലെവൽ സ്കൂൾ. ഇപ്പം സ്കൂളിൻ്റെ പകുതി ലെവലിലാണ് പുഴ ഒഴുകുന്നത്. അന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി നല്ല വെള്ളാരം കല്ലുകളൊക്കെ കിടക്കുന്ന, നമുക്ക് ഇറങ്ങിയ ഉടനെ കണ്ടാൽ അപ്പം ഇറങ്ങാൻ തോന്നുന്ന ഒരു പുഴയായിരുന്നു. അങ്ങനെ അത്രയും ഭംഗിയുള്ളൊരു സ്കൂളായിരുന്നു. അതാണ് ഇപ്പം ഇങ്ങനെ ശ്മശാനം പോലെ കിടക്കുന്നത്, ഒരു യുദ്ധഭൂമി പോലെ സ്കൂൾ പരിസരം കിടക്കുന്നത്. പക്ഷേ മറ്റൊന്ന്, ആ സ്കൂളിലെ പുതിയ കെട്ടിടമുള്ളത് കൊണ്ടാണ് ചൂരൽമല ടൗണ് ഇത്രയെങ്കിലും ബാക്കിയുള്ളത് എന്നുള്ളതാണ്. ആ പുതിയ കെട്ടിടത്തിൽ വന്ന് തടഞ്ഞാണ് കൂറ്റൻ പാറക്കല്ലുകളും മരത്തടികളും ഒക്കെ ബ്ലോക്കായത്. അതെല്ലാം അതേ ശക്തിയിൽ ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ ഈ ചൂരൽമല ടൗണ് വാഷ് ഔട്ടായി പോയേനെ, ഒന്നും അവശേഷിക്കില്ലായിരുന്നു. അത് ആ പുതിയ കെട്ടിടമാണ് അതിനെ തടഞ്ഞു നിർത്തിയത്. താഴോട്ട് അട്ടമല ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നലെ ഷമീർ ആകാശ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അട്ടമലയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പുഴ ഒഴുകിപ്പോകുന്ന ഏറ്റവും താഴത്തെ ഇനിയുള്ള സ്ഥലമാണ് അട്ടമല. അവിടെ പക്ഷേ ഷമീർ അവിടെ പോയിട്ട് എന്നോട് പറഞ്ഞത് അവിടെ ഒരു തടയണ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പോകുമ്പം ആ തടയണയുടെ സൈഡിൽ കൂടെ പോകുന്നത്. പക്ഷെ ആ തടയണ ഈ ഒരു ദുരന്തത്തിൽ വലിയ രീതിയിൽ അത് ദോഷം ചെയ്തു. ആ തടയണയിൽ പോയി ഈ വെള്ളം തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ആ വില്ലേജ് ഓഫീസിൻ്റെ മറുവശത്തുള്ള കുറേ സ്ഥലത്തേക്ക് വെള്ളം തള്ളിക്കയറി അവിടെയൊക്കെ നാശനഷ്ടം ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കാരണങ്ങൾ. മുണ്ടക്കൈയിൽ തന്നെ പുഴ ഒഴുകുന്ന ദിശയിലൊന്നുമല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായത്. തൊട്ടപ്പുറത്ത് സീതമ്മക്കുണ്ട് എന്നൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഒരു പാറക്കൂട്ടം, അതിനുള്ളിലൊരു കുഴിയൊക്കെയായി സീത കുളിച്ചു എന്ന ഐതിഹ്യമുള്ളൊരു സ്ഥലം. അവിടെയും ആ പാറക്കൂട്ടത്തിൽ വെള്ളം ശക്തിയിൽ പോയി റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ മസ്ജിദ് അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം അടിച്ചു കയറിയത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ സേഫായിരുന്ന പല സ്ഥലങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി സേഫായ സ്ഥലങ്ങളിൽ താമസിച്ചിട്ടും അത് വീട് ഒഴുകിപ്പോയി എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു തരത്തിലും ഈ ഒഴുക്ക് വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തേക്ക് പുഴ മറ്റൊരു സ്ഥലത്ത് ഇടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കയറിയത് കൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ ദുരന്തമുണ്ടായത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ആ മുകളിൽ നിന്ന് പൊട്ടിയത് അത്രയും ശക്തിയിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു മുറിയുടെ വലിപ്പമുള്ള പാറക്കല്ലുകളൊക്കെയാണ് ഒഴുകി വന്നത്. കമൽ, ഒരു അവിടുത്തുകാരി രണ്ടേല വീട് അവരുടെ സുരക്ഷിതമായിരിക്കുന്നു. അവർ പ്രശ്നത്തിലാണ് ആകുമെന്ന് കരുതി മറ്റൊരിടത്തേക്ക് പോയി. പക്ഷെ അവിടെ നിന്ന് അവരെ നഷ്ടപ്പെട്ടു പോകുന്നു, അവരുടെ വീട്. അപ്പോൾ ആളുകൾ ഒരു തരത്തിലും ആളുകൾക്ക് എതിരെ വരും എന്ന് പോലും കരുതാത്ത ഒരു ദുരന്തമാണ് ഒഴുകി വന്നത്. അങ്ങനെ സ്വന്തം വീടൊക്കെ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ജീവൻ നഷ്ടമായ ഒരുപാട് പേരുണ്ടാകുമല്ലോ ഇവിടെ. ദിവിഷ്, അതാണ് സുരക്ഷിതമെന്ന് കരുതി മാറിയ സ്ഥലത്ത് ഉള്ളവരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത്. സാധാരണഗതിയിൽ മുണ്ടക്കൈയിൽ മുൻപ് 2020 ആണ് ഒരു ഉരുൾപൊട്ടൽ ഭീഷണി ഇതുപോലെ വരുന്നു. വലിയ ദുരന്ത സാധ്യതയുണ്ടെന്ന് പറയുന്നു. രാവിലെ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഉദ്യോഗസ്ഥ സംഘങ്ങളൊക്കെ എത്തി കുറേ പേരെ മാറ്റി പാർപ്പിച്ചു. പക്ഷേ അപ്പോഴും അത് പുഞ്ചിരിമട്ടത്ത് മുകളിൽ ഒക്കെയുള്ള ആളുകളെയൊക്കെയാണ് അന്നും എപ്പോഴും മാറ്റി പാർപ്പിക്കാറ്. ഇപ്പോഴും നമ്മൾ മുന്നറിയിപ്പ് നൽകിയില്ല, മാറ്റി പാർപ്പിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ പോലും അത് ആ മുകളിലൊക്കെയുള്ള ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലത്ത് നിന്നേ മാറ്റുകയുള്ളൂ. ഈ വെള്ളാർമല സ്കൂളിന് പരിസരത്തെ വീടുകളൊന്നും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു ഭീഷണിയുണ്ട് എന്ന് ഒരിക്കലും ചിന്തിക്കില്ല. അവിടെ നിന്നും ഒരു മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും ആളുകൾ മാറി താമസിക്കുകയില്ല. കാരണം അതൊക്കെ അത്രയും സുരക്ഷിതമായ ഇടം എന്നാണ് കരുതിയത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വണ്ടി കയറിയ ഒരു പൊതുപ്രവർത്തകൻ ഒരാളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട് അത്ര സേഫ് അല്ല, ഞാൻ പെങ്ങളുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ആ പെങ്ങളുടെ വീട്ടിൽ പോയി അദ്ദേഹവും പെങ്ങളും അളിയനും അവരുടെ മക്കളും ഒക്കെ ആ ദുരന്തത്തിൽ അകപ്പെട്ടു. അങ്ങനെ മാറി താമസിച്ചവർ, തറവാട്ടിൽ നിന്ന് മാതാപിതാക്കളെ സുരക്ഷിതമായ തങ്ങളുടെ പുതിയ വീടുകളിലേക്ക് കൊണ്ടുവന്നവർ, അവർക്കൊന്നും ഒരു സുരക്ഷയും ഉണ്ടായില്ല. അങ്ങനെ രക്ഷപ്പെടും അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗങ്ങൾ സുരക്ഷിതമാണ് എന്ന് കരുതി ഒരുപാട് മനുഷ്യർ ഈ ദുരന്തത്തിൽ പെട്ടു എന്നതാണ്.